100 പേരെ നമ്മൾ നോക്കിയാൽ അതിൽ 30 പേർക്കും വാരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ വീഡിയോ വേരിക്കോസ് വെയിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വേരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്, ആർക്കൊക്കെയാണ് വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടുന്നത്, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്കും കാലിൽ ഞരമ്പ് തടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യേണ്ടത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫ്രീ. നമുക്ക് തുടങ്ങാം. വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെയിൻസിനെയാണ് ബാധിക്കുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും രക്തത്തിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വെയിൻസ് ബൾജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷനാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് വേരിക്കോസ് വെയിൻ വരുന്നതിന്റെ ചാൻസസ് കൂടാം. പക്ഷേ ഇപ്പം ഒരു ജീവിതശൈലി രോഗമായിട്ടും വേരിക്കോസ് വെയിൻ കാണാറുണ്ട്. കൂടുതലായും സ്ത്രീകൾക്കാണ് വേരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതൽ. സാധാരണ രീതിയിൽ കാലിലുള്ള സെഫിനസ് വെയിനും അതിൻ്റെ പല ബ്രാഞ്ചസിലും ഒക്കെയാണ് വേരിക്കോസ് വെയിൻസ് ഉണ്ടാവാറ്. 3 മില്ലിമീറ്ററിലും കൂടുതൽ തടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഡൈലേറ്റഡ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ വെരിക്കോസ് എന്ന് പറയുന്നത്. കാലിൽ സെഫിനസ് വെയിൻ്റെ ബ്രാഞ്ചസ് അല്ലാതെ മറ്റ് വെയിൻസിലും വെരിക്കോസ് വെയിൻസ് ഉണ്ടാവാം. ഇനി സ്ത്രീ പുരുഷ വ്യത്യാസം പറയുന്ന സമയത്ത് 23% പുരുഷന്മാർക്കും 30% വരെയാണ് സ്ത്രീകൾക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അവരെ ബാധിക്കുന്നത് 40സിലാണ്. കൂടുതൽ സമയം നിന്നിട്ട് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് പോലീസുകാരനാവാം, ബസ് കണ്ടക്ടറിനാവാം. കുറേ സമയം നിന്നിട്ട് സർജറി ചെയ്യുന്ന സർജൻസിന് പോലും വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ്. കൂടുതൽ തവണ പ്രസവിക്കുന്ന സ്ത്രീകൾക്കും വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓവർ വെയിറ്റ് ഉള്ളവർക്കും പൊണ്ണത്തടി ഉള്ളവർക്കും വെരിക്കോസിറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും വെരിക്കോസ് വെയിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. റീസെന്റ് UK നടത്തിയിട്ടുള്ള മറ്റ് സ്റ്റഡീസിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് വെരിക്കോസ് വരുന്നതിന് എന്തെങ്കിലും ജനറ്റിക് കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റീസൺസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മെഷീൻ ലേണിംഗ് പോലത്തെ ടെക്നോളജീസ് ഒക്കെ ഈ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടും വെരിക്കോസ് വെയിൻ വരുന്നതിൻ്റെ ചാൻസസ് കൂടുതലാണെന്നാണ്. അതായത് ഉയരം കൂടുതലുള്ളവർക്കും വെരിക്കോസ് വെയിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഉയരം കൂടുന്നതിനനുസരിച്ച് തന്നെ കാലിൽ നിന്നും രക്തം തിരിച്ച് ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ് മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വെയിനിൻ്റെ വണ്ണം കൂടാം, അതിലുള്ള വാൾവിൻ്റെ വീക്ക്നെസ് വരാം, അങ്ങനെ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവാം. ഈ സ്റ്റഡിയിൽ ഹൈറ്റിന് മാത്രമല്ല, ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച്, അതായത് വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വെരിക്കോസിറ്റീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പുകവലി മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിലുള്ള അയണിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും വെരിക്കോസ് വെയിൻസ് വരാമെന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും അളവ് കൂടുന്നതിനനുസരിച്ച് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കുറവാണെന്നും ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ചിലർക്ക് ജനറ്റിക് ആയിട്ടും വെരിക്കോസ് വെയിൻ വരുന്നതിൻ്റെ ചാൻസസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. CASZ1 എന്ന് പറയുന്ന ക്രോമോസോമിലുള്ള മാറ്റങ്ങൾ കൊണ്ടും വെരിക്കോസ് വെയിൻസ് വരുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെയിൻസിൻ്റെ അകത്ത് ത്രോംബോസിസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രക്തം കട്ട പിടിച്ച് വെയിന് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിലും അവിടെയും വെരിക്കോസ് വെയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രഗ്നൻസി സമയത്തും ആക്സിഡൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം വെരിക്കോസ് വെയിനും സ്റ്റാർട്ട് ആവുന്നത്. വെരിക്കോസ് വെയിനിൽ 2 പ്രധാന തരത്തിലുള്ള ഡാമേജസ് ആണ് വെയിനിൽ നടക്കുന്നത്. ഒന്ന്, വെയിനിലുള്ള പ്രഷർ കൂടി വരുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ആർട്ടറീസിൻ്റെ ബ്ലഡ് പ്രഷറാണ് ഉദ്ദേശിക്കാറ്. ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കൂടുന്നതാണ്. പക്ഷേ ബ്ലഡ് പ്രഷർ ആർട്ടറീസിന് മാത്രമല്ല വെയിൻസിലും ഉണ്ടാവാം. വെയിനിലുള്ള ബ്ലഡ് പ്രഷർ കൂടുന്നതും വെരിക്കോസ് വെയിൻസിൻ്റെ ഒരു പ്രധാന കാരണമാണ്. രണ്ടാമത്തെ പ്രധാന ഡാമേജ് എന്ന് പറയുന്നത് വെയിനിലുള്ള വാൾവിൻ്റെ പ്രശ്നമാണ്. ആ വാൾവിൽ ലീക്കേജ് ഉണ്ടാവാം, ആ വാൾവ് ഡിഫക്റ്റീവ് ആവാം. ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം ഈ വാൾവുകളാണ്. ആർട്ടറീസിൻ്റെ അകത്ത് വാൾവുകൾ ഉണ്ടാവാറില്ല. കാരണം ഹാർട്ടിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും രക്തം എത്തിക്കാൻ ആർട്ടറീസിന് ഹാർട്ടിൻ്റെ പ്രഷർ തന്നെ മതി. ഹാർട്ട് ഓരോ പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് കിട്ടുന്ന ആ പ്രഷർ തന്നെ ധാരാളം മതി. പക്ഷെ വെയിൻ എന്ന് പറയുന്ന രക്തക്കുഴലിന് വാൾവുകൾ വേണം. കാരണം കാലിലൊക്കെ ഉള്ള വെയിൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ് രക്തം മുകളിലേക്ക് കൊണ്ടുവരുന്നത്. വെയിൻ എന്ന് പറഞ്ഞ ഒരു കുഴലിൻ്റെ ഉള്ളിൽ രക്തം തങ്ങി നിർത്താൻ ഇത്തരത്തിലുള്ള വാൾവുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാൾവ് ഡിഫക്റ്റീവ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ ലീക്കേജ് ഉണ്ടാകുന്ന സമയത്തും വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി വെരിക്കോസ് വെയിൻസിന്റെ ലക്ഷണങ്ങൾ പറയാം. ചെറിയ രീതിയിൽ മൈൽഡ് ആയിട്ടുള്ള ഡിസ്കംഫർട്ട് തുടങ്ങി വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ വലുതാവുന്നതും അവിടെ പൊട്ടി അവിടെ വീനസ് അൾസർ ഉണ്ടാവുന്ന രീതിയിൽ വരെ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവാം. വെരിക്കോസ് വെയിൻസിന്റെ ലക്ഷണങ്ങൾ നമുക്ക് 7 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. C0 എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന രീതിയിൽ വെയിനിൽ സ്വെല്ലിംഗ് ഒന്നും ഉണ്ടാവാറില്ല. C1 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നാര് പോലത്തെ തിന്നായിട്ടുള്ള വെയിൻസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. C2 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന വെയിൻസിൻ്റെ പ്രശ്നം. ഇതിനെ നമുക്ക് വെറും വെരിക്കോസ് വെയിൻസ് തന്നെ പറയാം. C3 എന്ന് പറഞ്ഞാൽ കാലിൽ നീർക്കെട്ടുണ്ടാവും, എഡീമ എന്ന് പറയും. C4ന് 2 സ്റ്റേജസ് ഉണ്ട്. ഈ വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് സ്കിന്നിൻ്റെ കളർ മാറാം, പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാവും, അവിടെ തടുപ്പുകൾ ഉണ്ടാവാം, ബ്ലാഞ്ചിങ് ഉണ്ടാവാം. C5ൽ വീനസ് അൾസർ ഉണ്ടാവാം. അത് ഉണങ്ങിയ സ്റ്റേജിലാണെങ്കിലാണ് C5 എന്ന് പറയുന്നത്. C6 എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള വീനസ് അൾസറാണ്.
അതായത് രക്തം പോയിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള അൾസേഴ്സ് ആണ്. ഇനി സാധാരണ രീതിയിൽ വേരിക്കോസ് വെയിന് റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൻ്റെ വെയിറ്റ് കൂടുന്നത് പോലെ തോന്നാം, കാലിൽ എന്തോ പ്രശ്നമുള്ള പോലത്തെ ഒരു ഡിസ്കംഫേർട്ട് അനുഭവപ്പെടാം, ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവാം, ക്രാംപ്സ് ഉണ്ടാവാം. ചിലർക്ക് വേരിക്കോസ് വെയിന് പുറമേക്ക് തള്ളി നിൽക്കുന്നത് പോലെ തന്നെ കാണാം. അത് കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും, നിൽക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ കാണുന്നത്, കിടക്കുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള ഭാഗത്ത് തൊടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാം. ചിലർക്ക് ഇത്തരത്തിലുള്ള സ്കിന്നിൻ്റെ ഭാഗത്ത് ഡിസ്കളറേഷൻ ഉണ്ടാവാം, അതായത് കളറിൽ മാറ്റങ്ങൾ വരാം. അതേ ഭാഗത്ത് തന്നെ ചൊറിച്ചിലുണ്ടാവാം. എക്സസൈസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാം. ഏറ്റവും കൂടുതലായിട്ട് വേരിക്കോസ് വെയിൻസ് കണ്ടുവരുന്നത് ആങ്കിളിൻ്റെ ചുറ്റും അല്ലെങ്കിൽ കാഫ് മസിൽസിൻ്റെ അങ്ങോട്ടൊക്കെയാണ്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേജിലുള്ള വേരിക്കോസ് വെയിനാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ജനറൽ സർജറി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സാണ് ചെയ്യാറ്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. ട്രെൻഡലൻബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റാണ്. ഇതേപോലത്തെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങളുടെ ഡോക്ടർ ചിലപ്പം നിങ്ങളെ കിടത്തിയിട്ടും നിർത്തിയിട്ടും ചെയ്യിപ്പിക്കാം. ഇനി വെയിൻസിൽ റിഫ്ലെക്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ കളർ ഡ്യൂപ്ലെക്സ് സ്കാനുകൾ ചെയ്യാൻ പറഞ്ഞേക്കാം. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാൾവിൻ്റെ പ്രശ്നമാണോ അതോ വെയിനിലുള്ള അനാറ്റമിക്കൽ പ്രശ്നമാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ വേരിക്കോസ് വെയിൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കുന്നത്. വേരിക്കോസ് വെയിൻസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ ഇല്ല. കാരണം എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും വാരിക്കോസ് വെയിൻ വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട്. അധികം ആൾക്കാർക്കും ഇഫക്റ്റീവ് ആവുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ ബാൻഡേജസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കിങ്സ് എന്ന് പറയാം. കംപ്രഷൻ ഡ്രേപ്പിംഗ്സ് ആവാം, കെട്ടുന്ന തരത്തിലുള്ള ബാൻഡേജസ് ആവാം, ക്രീപ്പ് ബാൻഡേജസ് ആവാം. ഇത് കെട്ടുന്നത് കാലിൻ്റെ വിരൽ മുതൽ മുകളിലേക്കാണ് കെട്ടേണ്ടത്, ആ ഡയറക്ഷനിൽ തന്നെ കെട്ടണം. സ്റ്റോക്കിങ്സ് ആണെങ്കിൽ അത് വലിച്ച് കയറ്റി ഇട്ടാൽ മതിയാവും. പക്ഷേ കൃത്യമായിട്ടുള്ള സൈസിൻ്റെ സ്റ്റോക്കിങ്സ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ പുറമേയുള്ള തള്ളി നിൽക്കുന്ന വെയിൻസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 20 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ മെർക്കുറി പ്രഷർ വരെ ഇത്തരത്തിലുള്ള ബാൻഡേജസിനെ കൊണ്ട് നമുക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും ആ സൂപ്പർഫിഷ്യൽ വെയിൻസിനെ കംപ്രസ് ചെയ്യാനും സാധിക്കും. രാവിലെ എണീറ്റ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയാണ് ഇത് ഇടേണ്ടത്. കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് മാറ്റിവെക്കാം. ചൂട് കൂടുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. സർജറി ചെയ്യാൻ താല്പര്യമില്ലാത്ത അധികം ആൾക്കാർക്കും കൺസർവേറ്റീവായിട്ട് ഇത്തരത്തിലുള്ള ബാൻഡേജസ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. സിംറ്റംസ് കുറയ്ക്കാനും കുറേ വർഷങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ പോകാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ധാരാളമാണ്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പിയാണ്. ഇങ്ങനെ സ്വെല്ലിംഗ് ഉള്ള വേരിക്കോസ് വെയിൻസിൻ്റെ ഉള്ളിലേക്ക് കെമിക്കൽ ഇറിറ്റൻസിനെ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം ആ വെയിൻസിനെ ചുരുക്കി കളയുന്ന രീതിയാണ് സ്ക്ലിറോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതും ചെയ്യുന്നത് സർജൻ തന്നെയാണ്. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ്. പലതരത്തിൽ നമുക്ക് വേരിക്കോസ് വെയിൻസിൻ്റെ സർജറി ചെയ്യാവുന്നതാണ്. അതിലേത് വേണമെന്നുള്ള തീരുമാനം നിങ്ങളുടെ സർജന് വിട്ടുകൊടുക്കുക. ഏത് ടൈപ്പ് സർജറിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് റിക്കവറി ടൈമിലും വ്യത്യാസം ഉണ്ടാവാം. അധിക സർജറീസും 3 ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്താവുന്നതാണ്. പുതിയ രീതിയിലുള്ള ലേസർ ഉപയോഗിച്ചിട്ടുള്ള എൻഡോ വീനസ് എബ്ലേഷൻസും ഇപ്പോൾ വേരിക്കോസ് വെയിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്കിനി വേരിക്കോസ് വെയിൻസിനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്, ആ കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വേരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അറിയാൻ ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്യാവുന്നതാണ്. അതിന് ഡോഫുഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.